KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UPSC പരീക്ഷയുടെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ OMR ഷീറ്റ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാതിരുന്നാൽ നിങ്ങൾ അസാധുവായി പോവുകയും ആ പരീക്ഷയിൽ നിന്ന് നിങ്ങൾ റിജക്റ്റ് ആവുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന അവസരത്തിൽ ധാരാളം തെറ്റുകൾ കുട്ടികളുടെ ഭാഗത്ത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ അതിലെ വരുന്ന മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുത്തുന്ന തെറ്റുകളും അത് എങ്ങനെ ശരിയായിട്ട് ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവുമായിട്ടാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ പരീക്ഷ പേടി, മാനസിക സമ്മർദ്ദം തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് പരീക്ഷാ ഹാളിൽ OMR ഷീറ്റ് കറുപ്പിക്കുമ്പോഴൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അശ്രദ്ധ മൂലം വന്നേക്കാവുന്ന കുറേയധികം തെറ്റുകളാണ് UPSC ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പ്രസ്തുത തെറ്റുകളൊക്കെ തന്നെ ഞാൻ OMR ഷീറ്റ് കൃത്യമായിട്ടോ UPSCയുടെ OMR ഷീറ്റ് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു പടം എല്ലാം ഉപയോഗിച്ച് കൃത്യമായിട്ടാണ് ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് OMR ഷീറ്റ് മോഡൽ എങ്ങനെയാണെന്നും ആ OMR ഷീറ്റിൽ എങ്ങനെയാണ് തെറ്റുകൾ ഉണ്ടാവുന്നതെന്നും നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കി പോകാം. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആ OMR ഷീറ്റ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നതും തെറ്റുകൾ എങ്ങനെയാണ് വരുത്തുന്നതും നമുക്ക് കണ്ട് മനസ്സിലാക്കി OMR ഷീറ്റിന്റെ മോഡൽ ഉൾപ്പെടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കി നമുക്ക് അതിലെ തെറ്റുകൾ പരിഹരിക്കാനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇതാണ് UPSCയുടെ OMR ഷീറ്റിൻ്റെ മോഡൽ. ഇനി കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. കാരണം ഈ UPSCയുടെ OMR ഷീറ്റിന് ഫില്ല് ചെയ്യുമ്പോൾ ധാരാളം തെറ്റുകൾ വരുന്നുണ്ട്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇത് UPSCയുടെ OMR ഷീറ്റാണ്. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളെക്കുറിച്ച് ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം. ആദ്യത്തെ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കറക്റ്റ് ആയിട്ടുള്ളതും റൈറ്റ് സൈഡിൽ തെറ്റായിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് റോങ് ആയിട്ട് തെറ്റ് വരുത്തുന്നതെന്ന് കണ്ടോ. കാൻഡിഡേറ്റ്സ് എൻകോഡഡ് C ഇൻസ്റ്റഡ് ഓഫ് A. എയുടെ സ്ഥാനത്ത് C എന്ന് റൈറ്റ് ചെയ്തിരിക്കുന്നു കണ്ടോ. ഇതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ മുകളിൽ ശരി ഇട്ടേക്കുന്നത് കണ്ടോ. ആ ശരി ഇട്ടേക്കുന്നിടത്ത് A എന്നുണ്ടായിരുന്നു. അത് പക്ഷേ മാർക്ക് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് A ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റൈറ്റ് സൈഡിൽ അത് തെറ്റായിട്ടിട്ടുണ്ട്. A എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മാർക്ക് ചെയ്തപ്പോൾ C എന്നായിപ്പോയി കണ്ടോ. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് OMR ഷീറ്റിൽ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറയുന്നത്. അതായത് ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിൻ്റെ കോഡ് A എന്നുള്ളത് C എന്ന് മാർക്ക് ചെയ്തു. അടുത്ത് OMR ഷീറ്റിൽ അടുത്തതായിട്ട് വരുന്ന എൻകോഡിംഗ് നോട്ട് ഡൺ ബൈ കാൻഡിഡേറ്റ്. അതായത് ആ കോഡ് എഴുതുന്നേ ഇല്ല, കോഡ് മാർക്ക് ചെയ്യുന്നുമില്ല, കോഡ് എഴുതുന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുന്നേ ഇല്ല. അത് തെറ്റായ ഒരു നടപടിയാണ് അല്ലേ. എൻകോഡിംഗ് ബുക്ക്ലെറ്റ് സീരീസ് ബൈ കാൻഡിഡേറ്റ്. അതായത് OMR ഷീറ്റിൽ എൻകോഡിംഗ് നോട്ട് ഡൺ ബൈ കാൻഡിഡേറ്റ്, അത് എഴുതുന്നേ ഇല്ല, അത് തെറ്റാണ്. എഴുതണം, കൃത്യമായിട്ട് എഴുതണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യണം. അടുത്തത് റോങ് എൻകോഡിംഗ് ഓഫ് സബ്ജക്റ്റ് കോഡ് ആൻഡ് റോൾ നമ്പർ. അതായത് സബ്ജക്റ്റ് കോഡ് നിങ്ങൾക്ക് മുകളിൽ ഇത് ശരിയായത് OMR ഷീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം, തെറ്റായത് റൈറ്റ് സൈഡിലും കാണാം അല്ലേ. അപ്പോൾ ഈ സബ്ജക്റ്റ് കോഡ് ആൻഡ് റോൾ നമ്പർ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് OMR ഷീറ്റിൽ അത് മാർക്ക് ചെയ്യുകയും കൂടി വേണം കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ അത് കൃത്യമായിട്ട് 0, 1, 2 എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തും റൈറ്റ് സൈഡിൽ അത് 0, 2 എന്നുള്ളത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റോൾ നമ്പറിൽ തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ശരിയായിട്ടുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട്, തെറ്റായിട്ടുള്ളത് റൈറ്റ് സൈഡ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് ആ റോൾ നമ്പർ തെറ്റായിട്ടാണ്
മാർക്ക് ചെയ്തേക്കുന്നത്. തെറ്റിച്ചാൽ അത് പിന്നെ ഒരിക്കലും നമുക്ക് പരീക്ഷ അസാധുവായി പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അടുത്ത് OMR ഷീറ്റിൽ മാർക്കിംഗ് റൈറ്റിംഗ് ഓൺ പ്രൊഹിബിറ്റഡ് ഏരിയ. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത പ്രൊഹിബിറ്റഡ് ഏരിയ ആണിത്. ഈ ഏരിയയിൽ അനാവശ്യമായ മാർക്കുകൾ കൊടുക്കുക, അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് OMR ഷീറ്റ് അസാധുവാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാകും. അത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അത് ഞാനത് ഇത് കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്ത് ഈ OMR ഷീറ്റിൽ കാൻഡിഡേറ്റ് ഷുഡ് എൻകോഡ് ബബിൾസ് കംപ്ലീറ്റ്ലി വൈൽ മാർക്കിംഗ് റെസ്പോൺസ്. നമ്മൾ ഒരു കാര്യം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ എന്താണെങ്കിലും അത് മാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ശരിയായിട്ടുള്ള മാർക്കിംഗ് ഉണ്ടോ? റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്? പകുതി മാർക്ക് ചെയ്ത്, കോളത്തിൻ്റെ കുറേ ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് ഭാഗം മാർക്ക് ചെയ്തിട്ടില്ല. കണ്ടോ എന്താണ് ആ തെറ്റിച്ചേക്കുന്നത്? വളരെ അലസമായിട്ടാണത് റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇൻകംപ്ലീറ്റ് ബബ്ലിംഗ് പൂർണ്ണമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റോങ് പ്ലേസിൽ, അതായത് തെറ്റായ സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക, ഒപ്പിടുക. ഇത് കണ്ടോ, അത് വളരെ തെറ്റായ. സിഗ്നേച്ചറിന് എഴുതേണ്ടടുത്ത് സിഗ്നേച്ചർ ചെയ്യണം, അല്ലാതെ പേരെഴുതേണ്ടടുത്ത് പേരെഴുതണം. അല്ലാത്ത അനാവശ്യമായ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് പേരെഴുതി വെക്കുകയോ ഒക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. കണ്ടോ, ഇവിടെ അത് ഇലിസ്ട്രേഷൻ 1-നകത്ത് കറക്റ്റ് പ്ലേസ് ഡിസൈൻഡ് ഫോർ എൻട്രി ഓഫ് ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ്സ്. കണ്ടോ, ആ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇലിസ്ട്രേഷൻ 1-നകത്ത് നിങ്ങൾക്ക് കാണാം, അത് കറക്റ്റ് സ്ഥലം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ എൻട്രി മെയ്ഡ് അറ്റ് റോങ് പ്ലേസ്. കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ അത് റോങ് ആയിട്ട് എഴുതി വച്ചിരിക്കുന്നു. കണ്ടോ, റോങ് ആയിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റായ പ്രവണതയാണ്. അത് തെറ്റിച്ചാൽ OMR ഷീറ്റ് അസാധുവാക്കും. നമ്മുടെ പരീക്ഷ നമുക്ക് അസാധുവായി പോകും. കാൻഡിഡേറ്റ് ഷുഡ് ഫിൽ ഡീറ്റെയിൽസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഉള്ളി. കൃത്യമായ സ്ഥലത്ത് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത് നോക്കി ശ്രദ്ധയോടുകൂടി ചെയ്താൽ ചെയ്യാന്നുള്ള കാര്യമുള്ളൂ, പക്ഷെ ശ്രദ്ധിക്കത്തില്ല. അതാണ് കുഴപ്പം. ഇതുകൊണ്ടോ, ഇലിസ്ട്രേഷൻ 1 ഇലിസ്ട്രേഷൻ 2 കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് കറക്റ്റ് പ്ലേസ്ഡ് ഡിസൈൻഡ് ഫോർ എൻട്രി ഓഫ് ഡീറ്റെയിൽസ് ഓഫ് കാൻഡിഡേറ്റ്സ്. കൃത്യമായിട്ട് ചെയ്യേണ്ട സ്ഥലം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലിസ്ട്രേഷൻ 2 എന്നിട്ട് തെറ്റായ സ്ഥലത്ത് തെറ്റായ രീതിയിൽ അത് ഫില്ല് ചെയ്തിരിക്കുന്നു. വേറെ രീതിയിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു ഇലിസ്ട്രേഷനാണ്. നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇലിസ്ട്രേഷൻ 1 ഇലിസ്ട്രേഷൻ 2 ആയിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ കാൻഡിഡേറ്റ് ഷുഡ് ഫിൽ ഡീറ്റെയിൽസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഉള്ളി. കൃത്യമായ സ്ഥലത്ത് ചെയ്യുക. എററായിട്ട് ഡീറ്റെയിൽസ് ഫിൽഡ് അറ്റ് മൾട്ടിപ്പിൾ പ്ലേസ്, അനേക സ്ഥലങ്ങളിലായിട്ട്, 2 സ്ഥലത്തായിട്ടൊക്കെ മൾട്ടിപ്പിൾ സ്ഥലത്തായിട്ട് ഡീറ്റെയിൽ ഫില്ല് ചെയ്യാൻ പാടില്ല. അതും തെറ്റായ രീതിയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് OMR ഷീറ്റിൽ വരുത്തുന്ന തെറ്റുകളും. ഇത് കൃത്യമായിട്ട് ചെയ്താൽ എല്ലാവർക്കും നല്ല രീതിയിൽ OMR ഷീറ്റ് ഫില്ല് ചെയ്ത് പരീക്ഷയ്ക്ക് നല്ല പഠിക്കുകയും കൂടെ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പരീക്ഷയ്ക്ക് പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷ എഴുതുമ്പോൾ അത് OMR ഷീറ്റിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.